സങ്കീർത്തനം 8:9 പറയുന്നുണ്ട്, ആകാശത്തിലെ പറവകളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും കടലിൽ സഞ്ചരിക്കുന്ന സകലതിനെയും തന്നെ കർത്താവെ അങ്ങയുടെ നാമം ഭൂമിയിൽ എത്രയും മഹനീയമാണെന്ന് ബൈബിള് പറയുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് സൃഷ്ടാവിൻ്റെ കൈകളെന്ന അംശമാണ്. അപ്പോൾ ആ ഒരു നാമത്തെ അത്രയും മഹത്വപ്പെടുത്തുന്നുണ്ട് ബൈബിളിൽ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എന്നാൽ ജൂതമതത്തിൽ പറയുന്ന ആ ഒരു കാര്യം, അതാണ് സൃഷ്ടാവിൻ്റെ നാമം വെറുതെ പറയരുത് എന്ന്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ശരിയാണോ തെറ്റാണോ എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്ന രീതിയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നമ്മൾ അള്ളാഹിനെ എങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുവിൽ തന്നെയാണ് എത്തുന്നതെന്ന്. കാരണം അത് നിങ്ങൾക്ക് അള്ളാഹു എന്ന് വിളിക്കാം, അല്ലെങ്കിൽ റഹ്മാൻ എന്ന് വിളിക്കാം, ഏത് തന്നെ നിങ്ങൾ വിളിക്കുകയാണെങ്കിലും അതൊക്കെ അള്ളാഹുവിനുള്ള നാമം തന്നെയാണ്. കാരണം ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം സൃഷ്ടാവിൻ്റെ കൈകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏത് രീതിയിലും നമ്മൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിയാലും അത് അള്ളാഹുവിലേക്ക് തന്നെയാണ് എത്തപ്പെടുന്നത്. 111 പറയുന്നുണ്ട്, സന്താനത്തെ സ്വീകരിച്ചിട്ടില്ലാത്തവനും ആധിപത്യത്തിൽ പങ്കാളിത്തമില്ലാത്തവനും നിന്ദ്യതയിൽ നിന്ന് രക്ഷിക്കാൻ ഒരു രക്ഷകൻ ആവശ്യമില്ലാത്തവനുമായ അള്ളാഹുവിൻ്റെ സ്തുതി എന്ന് നീ പറയുകയും അവനെ ശരിയാവണ്ണം മഹത്വപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമം എപ്പോഴും നമ്മോട് പറയാൻ പറയുന്നുണ്ട്, അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ആ നാമത്തെ മഹത്വപ്പെടുത്താനും ആവർത്തിക്കപ്പെടാനും നമ്മോട് പറയുന്നുണ്ട്. അള്ളാഹിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ പറയുന്നുണ്ട് പല അധ്യായങ്ങളിലും. അപ്പോൾ ഇങ്ങനെയൊക്കെ അള്ളാഹിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടെങ്കിൽ, അതിൽ ബൈബിളിൽ അതിൻ്റെ മഹത്വം വർണ്ണിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായും ജൂതമതത്തിലെ ആ ഒരു നിയമത്തിൽ ആ ഒരു കൽപ്പന യഥാർത്ഥത്തിൽ തെറ്റായിരിക്കണം.